ഓക്കെ, ഇപ്പോഴത്തെ മെയിനായിട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ ഊബർ ഡ്രൈവിങ്. ബാംഗ്ലൂർ, ഡൽഹി, മുംബൈ ഇങ്ങനെയുള്ള പിന്നെ ചെന്നൈ ഇങ്ങനെയുള്ള പല മെട്രോ സിറ്റികളിലും അവരവിടെ ഏൺ ചെയ്യുന്ന സംഭവം, അല്ലെങ്കിൽ അവിടെ ഏണിങ്സ്, അവിടുത്തെ ട്രിപ്പുകൾ, ചറപറ ട്രിപ്പുകൾ, നിർത്താതെ അടികൾ, ഇതൊക്കെ കാണുമ്പോൾ ഇവിടെ നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ കൊച്ചിയിൽ നിലവിൽ ഓടുന്ന പിള്ളേർ ഇവിടെ നിന്ന് വിട്ടിട്ട് നേരെ അങ്ങോട്ട് പോകും. അപ്പോൾ ശരിക്കും റിയാലിറ്റി ചെക്കിൽ ഇതെന്താ സംഭവം, അല്ലെങ്കിൽ ഇത് ഓക്കെ ആണോ, ഇത് പ്രോഫിറ്റബിൾ ആണോ, നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കൊച്ചിയിൽ നിന്ന് പോയാൽ ബെസ്റ്റ് ആണോ എന്നുള്ളതാണ് നമ്മൾ ഇന്നിപ്പോൾ നോക്കാൻ പോകുന്നത്. ഇപ്പം ലാസ്റ്റായിട്ട് നമ്മൾ കണ്ടത് നമ്മുടെ ഡ്യൂക്കർ മച്ചാൻ എന്ന് പറഞ്ഞ, അതായത് മിസ്റ്റർ ഡ്യൂക്കർ 43, കൊച്ചിക്കാരനൊരു നമ്മുടെ ഒരു മച്ചാൻ, അവനാണിപ്പോൾ വീഡിയോ ചെയ്യുന്നതിൽ ഓൾമോസ്റ്റ് ഒരു ജെനുവിനായിട്ട് തോന്നിയ ഒരു യൂട്യൂബ് അല്ലെങ്കിൽ ബ്ലോഗർ, ഊബർ ഡ്രൈവർമാരിൽ ഒരു കാര്യങ്ങൾ ഓപ്പണായിട്ട് തുറന്നു പറയുന്ന ഒരു ജെനുവിൻ പയ്യൻ അല്ലെങ്കിൽ ജെനുവിനായിട്ടുള്ള മച്ചാൻ ഇവൻ മാത്രമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഇവൻ്റെ വീഡിയോ ആണ് നമ്മളിപ്പോൾ എടുത്ത് കാണാൻ പോകുന്നത് കേട്ടോ. ഞാൻ ഓൾറെഡി കണ്ട വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോ നമുക്ക് 1.5x കാണാം. നമ്മളിത് ഓൺലൈൻ ആവാൻ കേട്ടോ, ഓൺലൈനിലാക്കിയിട്ടുണ്ട്. അവിടെ മടിവാള ബസ് സ്റ്റാൻഡ് EMRPയുടെ അടുത്തായിട്ട് ഇവിടെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഓൺ ചെയ്തപ്പോൾ തന്നെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഓക്കെ, മച്ചാൻ ഓണാക്കി, മടിവാള ഭാഗത്ത് ഊബർ ഓണാക്കി. ആ സമയത്ത് തന്നെ അടി തുടങ്ങിയിട്ടാ. അടിച്ചേക്കുന്ന ട്രിപ്പ് നിങ്ങൾ നോക്കിയാൽ അറിയാം. 12 മിനിറ്റ്, അതായത് 17 മിനിറ്റിന് 162 രൂപ. 17 മിനിറ്റിന്, അതായത് പിക്കപ്പും ഡ്രോപ്പും കൂടി 16 മിനിറ്റ്, അതായത് പിക്കപ്പ് 4 മിനിറ്റും 12 മിനിറ്റ് ഡ്രോപ്പും, ടോട്ടൽ കിലോമീറ്റർ 4 കിലോമീറ്റർ ഉള്ളൂ. അതിന് 163 രൂപ. അതാണ് നിങ്ങൾ പോസ് ചെയ്ത് വെച്ച് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ അത് ഈ റേറ്റ് കിട്ടാൻ കാരണം ഇത് ഗോ പ്രയോറിറ്റിയാണ്, ഊബർ ഗോ അല്ല. ഗോ പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളതിൽ തന്നെ അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ള, അത്യാവശ്യം ക്യാൻസലേഷൻ റേറ്റ് ഒക്കെ കുറവുള്ള, സ്റ്റാർ റേറ്റിംഗ് ഒക്കെ മീൻസ് 5 സ്റ്റാർ കഴിഞ്ഞിട്ട് കമൻസ് ഒക്കെ കിട്ടിയേക്കുന്ന ഡ്രൈവേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ തരംതിരിച്ച് പെടുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ഗോ പ്രയോറിറ്റിയിൽ വിടുക. അപ്പോൾ അത് ബുക്ക് ചെയ്യുമ്പോൾ അത് ബുക്ക് ചെയ്യാനായിട്ട് കുറച്ച് പൈസ കൂടുതൽ കൊടുക്കണം റൈഡേഴ്സിന്. റൈഡേഴ്സ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഊബറിന് കുറച്ച് പൈസ കൂടുതൽ, റേറ്റ് കൂടുതലായിട്ടാണ് കാണിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു കൂടുതൽ പൈസ കുറച്ച് നമുക്കും കയറും. അങ്ങനെയാണ് ഇപ്പോൾ ഈ 4 കിലോമീറ്ററിന് 162 രൂപ കയറിയേക്കുന്നത്. ഓക്കെ, അത് ആ ട്രിപ്പ് അടിച്ചു. ആശാൻ അത് എടുത്തു, ഡ്യൂക്കർ മച്ചാൻ അത് എടുത്തു. ശരി, അതായത് ഡ്യൂക്കർ മച്ചാൻ തുടങ്ങിയേക്കുന്ന സമയമാണ് ഞാൻ നോക്കുന്നത്. സമയം കാണുന്നില്ല. ഡ്യൂക്കർ മച്ചാൻ 1 മണിയാണോ? ഓക്കെ, 1 മണി 1:10 ആണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, സംഭവം. അപ്പോൾ അതേ അടുത്തതും അടിച്ചു. മച്ചാൻ അടിയോടടി. അവര് ക്യാൻസൽ ആക്കിയിട്ടാ. അപ്പൊ തന്നെ അടുത്ത ട്രിപ്പ് അപ്പൊ തന്നെ അടിച്ചപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോണത് ഇനി 2 കിലോമീറ്റർ ഓടിക്കണം. അവിടെ എത്താറായതായിരുന്നു. പക്ഷെ ക്യാൻസലേഷൻ ഫീ കിട്ടണ്ടേ നമുക്ക് കുറച്ചും കൂടി അടുത്തായിരുന്നെങ്കിൽ ചിലപ്പോൾ കിട്ടിയാണ്. ക്യാൻസലേഷൻ ഫീ ഒന്നും കിട്ടിയിട്ടില്ല. 0 കാണിച്ചേക്കാം. എന്തായാലും പോയി പിക്ക് ചെയ്തെടുത്ത് അങ്ങനെ 3 ട്രിപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത
കിട്ടിയത്. ഓക്കെ. അടുത്ത ട്രിപ്പ് ഓൾറെഡി വന്നായിട്ട് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോണത് ഒരു മാർക്കറ്റിന്റെ ഒരു ഏരിയയാണ്. ക്യാൻസലായി. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യം ഇതൊരു എനിക്ക് തോന്നുന്നു ടയർ 3 അല്ല സോറി ടയർ 1 സിറ്റിയാന്ന് തോന്നുന്നു ബാംഗ്ലൂർ. അപ്പോൾ ടയർ 1 സിറ്റി ക്ലാസിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് പൈസ ഉള്ള ആളുകളാണ് കൂടുതലുള്ളത്. അതായത് വർക്കിംഗ് IT പ്രൊഫഷണൽസ് ആണ് കൂടുതലുള്ളത്. ഇന്ത്യയുടെ തന്നെ ഏറ്റവും ഹയസ്റ്റ് സാലറി, വൺ ഓഫ് ദ ഹയസ്റ്റ് സാലറി കൊടുക്കുന്ന ഒരു ഏരിയയാണ് ബാംഗ്ലൂർ. അപ്പോൾ അവിടെ പൈസ കൂടുതലുള്ള ആളുകളാണ് കൂടുതലുള്ളത്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് വണ്ടി കിട്ടണം. അതായത് അവർ ഓഫീസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവർ ആ ഒരു ഫുൾ സ്ട്രെസ്സിലായിരിക്കും ഇറങ്ങുക. അപ്പോൾ സ്ട്രെസ്സ്, അവരുടെ വർക്കിൻ്റെ സ്ട്രെസ്സും അവരുടെ സൂപ്പർവൈസർ അല്ലെങ്കിൽ മാനേജറുടെ കയ്യിൽ നിന്ന് കിട്ടിയ സ്ട്രെസ്സ് മൊത്തത്തിൽ ഇറങ്ങുന്ന സമയത്ത് ഇവർക്ക് എങ്ങനെയെങ്കിലും വീട്ടിലെത്തി കുറച്ചു നേരം ഫാമിലിയുടെ ഒപ്പോ അല്ലെങ്കിൽ ഫാനിൻ്റെ അടിയിൽ ഇരുന്നാൽ മതി, വീട്ടിൽ ചെന്നിരുന്നാൽ മതി, റിലാക്സ് ചെയ്താൽ മതി എന്നുള്ള രീതിയിലായിരിക്കും ഇറങ്ങാം. ആ സമയത്ത് അവർക്ക് പെട്ടെന്ന് വണ്ടി കിട്ടണം. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ മൂവ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, ഇപ്പം മച്ചാൻ ഇത് ക്യാൻസൽ ആവാൻ എനിക്ക് തോന്നുന്ന കാരണം മച്ചാൻ മൂവ് ചെയ്യുന്നില്ല. മച്ചാൻ നമ്മൾക്ക് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പം ഇത് നോക്കിക്കൊണ്ടാണ് അവിടെ ഇരിക്കുന്നത്. റൈഡർ ബുക്ക് ചെയ്തിട്ട് ഈ വണ്ടി നീങ്ങുന്നുണ്ടോ, വണ്ടി വരാൻ സാധ്യത ഉണ്ടോ എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത്. കാരണം ഇതില്ലെങ്കിൽ അടുത്തത് ബുക്ക് ചെയ്യാൻ പെട്ടെന്ന് വണ്ടി വിട്ട് വീട്ടിൽ പോകണം. അങ്ങനെ ഒരു സ്കീമാണ് പൊതുവെ എല്ലാ മെട്രോ സിറ്റികളിലും അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അടുത്ത ട്രിപ്പ് അടിച്ചു കേട്ടോ. അടുത്ത ട്രിപ്പ് അടിച്ചു മച്ചാൻ, അടുത്ത ട്രിപ്പ് അടിച്ചു. അത് ഞാൻ അതിൻ്റെ റേറ്റ് എത്രയാണ്? ഓക്കെ, മച്ചാൻ അടുത്ത ട്രിപ്പ് അടിച്ചു. 17 മിനിറ്റ് ഡ്രോപ്പ്, അതായത് 5 കിലോമീറ്ററിന് 4.5 കിലോമീറ്റർ ഡ്രോപ്പ്, 1.2 കിലോമീറ്റർ പിക്കപ്പ്, അതായത് 5.7 കിലോമീറ്റർ 5.7 കിലോമീറ്റർ ടോട്ടൽ ഇതിന്. അതും സർജ് 1.1 ആണ് അടിച്ചേക്കണം. 1.1x അടിച്ചിട്ട് ഇതിന് കിട്ടിയേക്കുന്ന റേറ്റ് എത്രയാ? 128 രൂപ. അതായത് 5×2 = 10. ഓക്കെ, ഒരു ടാക്സ് കഴിഞ്ഞിട്ട് 120 രൂപ കിട്ടും. 120 രൂപ അടുത്ത് കിട്ടുകയാണെങ്കിൽ ഓക്കെ, അത് ഓക്കെയാണ്, കുഴപ്പമില്ലാത്ത റേറ്റാണ്. ഊബർ ഗോ ആണ് അടിച്ചേക്കുന്നത്. നേരത്തെ അടിച്ചത് ഗോ പ്രയോറിറ്റി ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നല്ല ഒരുപാട് ഹയർ പ്രൈസ് കിട്ടിയത്. ഇത് പഠിച്ചേക്കണത് നോർമൽ റേറ്റ് ആണ് കേട്ടോ. ആ ഓക്കെ, അതെ അതെ. ബ്ലാക്ക് കളർ പോലെ അങ്ങനെ 4 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. 693 റേറ്റ് ഭയങ്കര കുറവാണ്. ഇന്നലെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. ഇന്നലെ ഓടിയത് അത്യാവശ്യം നല്ല റേറ്റിലാണ്. ഇപ്പൊ 4 കിലോമീറ്റർ ഇവിടെ വരെ വന്നിട്ട് ട്രാഫിക് ഒക്കെ ഉണ്ടായി 120 സംതിങ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. എന്തായാലും അതും കൂടി പിക്ക് ചെയ്ത് 5ാമത്തെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് ഓൾറെഡി അടുത്ത ട്രിപ്പ് പിക്ക് ചെയ്തിട്ടുണ്ട്. 5 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ മച്ചാൻ. അതായത് 1:10 തുടങ്ങിയിട്ട് 3:30 ആയപ്പോൾ 5 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു മച്ചാൻ. ബ്ലാക്ക് കളർ പോലെ 4 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. 693 റേറ്റ് ഭയങ്കര കുറവാണ്. ഇന്നലെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. ഇന്നലെ ഓടിയത് അത്യാവശ്യം നല്ല റേറ്റിലാണ്. ഇപ്പൊ 4 കിലോമീറ്റർ ഇവിടെ വരെ വന്നിട്ട് ട്രാഫിക് ഒക്കെ ഉണ്ടായി 120 സംതിങ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. എന്തായാലും അതും കൂടി പിക്ക് ചെയ്ത് 5ാമത്തെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് ഓൾറെഡി അടുത്ത ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. നമ്മിങ്ങനെ വരുമ്പോൾ തന്നെ പഠിച്ചിരിക്കുകയാണ്. കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇപ്പോഴാണെങ്കിൽ വന്നത് റേറ്റ് ഭയങ്കര കുറവാണ്. ഇപ്പോൾ 4 കിലോമീറ്റർ 4.5 കിലോമീറ്റർ ഒക്കെ ഉണ്ട് 122 കിട്ടിയത്. ഇന്നലെ ഒരു 15 കിലോമീറ്ററിനൊക്കെ 400 സംതിങ് ഒക്കെ അടിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ അതേ സമയത്ത് ആ ഒരു റേറ്റ് അടിച്ചത് ഒരു 350 രൂപ 390 രൂപ 25 കിലോമീറ്റർ ഒക്കെ ആയിരിക്കും പോകാൻ.
മച്ചാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്, വളരെ ഓപ്പൺ ആയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. മച്ചാൻ ഇനിയിപ്പോൾ സ്കീമിൻ്റെ കാര്യങ്ങളാട്ടോ പറയണത്. അപ്പോൾ നമ്മൾ നിൽക്കണ 3:30, 1:10 മുതൽ 3:30 വരെ 5 ട്രിപ്പിൻ്റെ അടുത്ത് 5 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ സ്കീമിൻ്റെ കാര്യമൊക്കെ ഓൾറെഡി അതിനകത്ത് പറയുന്നുണ്ട്, അത് നിങ്ങൾ കേട്ടാൽ മതി. അത് ഞാൻ ഓൾറെഡി കേട്ടതാണ്, അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമല്ല. അതെ, മച്ചാൻ ഓപ്പൺ ആയിട്ട് കാര്യം പറഞ്ഞു. അതായത് ഈ പുള്ളിയുടെ പേര് ജോബ് ഗിഫ്റ്റിൻ എന്നാണ്. മിസ്റ്റർ ഡ്യൂക്കറിന്റെ ശരിക്കുള്ള പേര് ജോബ് ഗിഫ്റ്റർ ജോബ് സമയം ജോബ് ഗിഫ്റ്റിൻ എന്നാണ് പേര്, വെറൈറ്റി പേരാണ് പുള്ളിയുടെ. അപ്പോൾ പുള്ളിയുടെ പേര് പറയുകയാണെങ്കിൽ പുള്ളിക്ക് റെഫറൽ ബോണസ് കിട്ടും. അതായത് എനിക്ക് തോന്നുന്നു 2000 രൂപയാണെന്ന് തോന്നുന്നു. ഒരു പുതിയൊരു ഡ്രൈവറെ നമ്മൾ ഫ്ലീറ്റിലേക്ക്, ഇങ്ങനെയുള്ള ഫ്ലീറ്റ് കമ്പനികളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ റെഫറൽ ബോണസ് ആയിട്ട് 2000 രൂപ കൊടുക്കും. പുള്ളി എല്ലാം ഓപ്പൺ ആയിട്ട് കാര്യം പറയുന്നുണ്ട്. സമയം ഒരു 5:10 ആയിട്ടുണ്ട്. ഞാൻ വീണ്ടും ഓണാക്കാൻ വേണ്ടി 1013 6 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ ഈ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി ഓഫ്ലൈനിലാക്കി ഇട്ടിച്ചാൽ അല്ലെങ്കിൽ ട്രിപ്പ് കിട്ടിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സെറ്റിംഗ് റേറ്റ് കുറയും. അപ്പോൾ 1000 രൂപയ്ക്ക് ഓടിയിട്ടുണ്ട് കേട്ടോ പുള്ളി. അത് ഈ 3:30 വരെയാണോ എന്നുള്ളത് നോക്കണം. 3:30 കഴിഞ്ഞിട്ട് എത്ര മണിക്ക് തുടങ്ങിയിരിക്കുന്നത് നോക്കട്ടെ. ടൈം കാണുന്നില്ല. അപ്പോൾ ഞാൻ വീഡിയോ ഈ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി ഓഫ്ലൈനിലാക്കി ഇട്ടിച്ചാൽ അല്ലെങ്കിൽ ട്രിപ്പ് കിട്ടിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സെറ്റിംഗ് റേറ്റ് കുറയും. 24 കിലോമീറ്റർ ചെറിയ ട്രിപ്പല്ല, ചെറിയ ട്രിപ്പ്. ആശാൻ ഐഡിയാപരമായിട്ടാണ് ട്രിപ്പുകൾ എടുക്കുന്നത്. കാരണം ചെറിയ ട്രിപ്പുകളാണ് എടുക്കുന്നത്. കൂടുതൽ കിലോമീറ്റർ ഉണ്ടാകുമ്പോൾ അതിന് റേറ്റ് കുറവാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ആ മച്ചാനതറിയാം. പിന്നെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ട്രിപ്പും കുറവായിരിക്കും തിരിച്ചിങ്ങോട്ട് വരാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിറ്റിയിൽ കിടന്നുള്ള ചെറിയ ട്രിപ്പുകളാണ് എടുക്കുന്നത്. അത് ക്യാൻസലായി. അതെ, ട്രിപ്പിനൊരു ക്ഷാമമില്ല അവിടെ. എല്ലാ ട്രിപ്പും ഞാൻ കാണിക്കുന്നില്ല, എല്ലാവരും കോണ്ടാക്ട് ചെയ്തോടെ. മഴയും പെയ്ത് വെള്ളപ്പൊക്കമായി. വെള്ളം പൊങ്ങി. എനിക്ക് തോന്നണം ഒരു മഴ പെയ്യുമ്പോഴേക്കും വെള്ളം പൊങ്ങുന്ന ഒരു സെറ്റപ്പാണ് ബാംഗ്ലൂർ. ഞാനങ്ങനെ 2-3 വട്ടം പോയിട്ടുള്ളൂ ബാംഗ്ലൂർ. ഇപ്പം അതും കാണിച്ചു. മഴ പെയ്താൽ പോക്കാണ്, നോക്കണ്ട. പത്ത് ട്രിപ്പ് 1:30, 1:10 തുടങ്ങിയിട്ട് 1:10, 2:10, 3:10, 4:10, 5:10, 6:10, 7:10, 8:10, 9:10, 8 മണിക്കൂർ. അതിലെനിക്ക് തോന്നുന്നു മച്ചാൻ 1 മണിക്കൂർ ഓഫായിരുന്നു. മീൻസ് 1 മണിക്കൂർ 1:30, നമുക്കൊരു 7 മണിക്കൂർ, 6-7 മണിക്കൂർ കൂട്ടാം. 7 മണിക്കൂർ കൂട്ടാം. അപ്പോൾ 7 മണിക്കൂർ കൊണ്ട് മച്ചാൻ 2031 രൂപ ഉണ്ടാക്കി.
131 കിട്ടിയാണ്. അപ്പോ ഇപ്പൊ ട്രിപ്പ് ഇത് ഓണാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ വന്നിട്ടിരിക്കും അടിക്കും. കാരണം ഇപ്പൊ ഞാനിങ്ങനെ ഫോൺ ഹാങ് ആവണ പോലെ വന്നിട്ടാണ് ഇതുണ്ടാ ഇലക്ട്രോണിക് സിറ്റി ഇങ്ങനെ ട്രിപ്പ് ഇങ്ങനെ ഒരു രക്ഷയില്ലാണ്ടില്ലേ ഇപ്പൊ വന്നില്ല. ട്രിപ്പ് ഒരു രക്ഷയില്ലാതെ വന്നോണ്ടിരിക്കുക, കാരണം വെള്ളപ്പൊക്കാണ്. ട്രിപ്പ് വന്നിട്ടിരിക്കണേ ഒരു വണ്ടിയും പോണില്ല. അക്സെപ്റ്റിംഗ് റേറ്റിംഗ് പോകും. ഓഫ് ചെയ്തേ. ഓക്കെ, ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു. മഴയെന്ന് പറഞ്ഞാൽ വെള്ളം മഴ പെയ്താ വണ്ടി ഓടിക്കണ്ട, വണ്ടി സൈഡാക്കാം. അതാണ് അതിന്റെ അർത്ഥം കേട്ടോ. നമ്മുടെ കൊച്ചിയും ഇതുപോലെയൊക്കെ തന്നെ. അതാണ് മച്ചാൻ കറക്റ്റ് കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്. അതായത് ആള് പറയുന്നത് കൊണ്ട് പറഞ്ഞത് കണ്ട് കേട്ടിട്ട് ഇവിടെ ട്രിപ്പോട് ട്രിപ്പാണ്, ഇവിടെ പൈസ അങ്ങനെ മറച്ചുകൊണ്ടിരിക്കാമെന്നും വിചാരിച്ചിട്ട് ആരും ഇങ്ങോട്ട് വരണ്ട എന്ന് പുള്ളി പറയുന്നുണ്ട് ലാസ്റ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അല്ലെങ്കിൽ ഞാൻ പറയാൻ വരുന്നത്, ഇപ്പം നിങ്ങൾ ഇപ്പോൾ മച്ചാൻ പറഞ്ഞ പോലെ നമ്മളൊരു കാൽക്കുലേഷൻ നടത്താൻ പോകണം കേട്ടോ. നമ്മളൊരു സിമ്പിൾ കാൽക്കുലേഷൻ നടത്താൻ പോകണം. ഓക്കെ, നിങ്ങൾ ഇവിടുന്ന് പോകുന്നു, നിങ്ങൾ രണ്ടുപേരും, നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ടും കൂടെ ഇവിടുന്ന് പോകുന്നു. ഇപ്പോൾ ഡെയിലി 1000 രൂപ അല്ലെങ്കിൽ 1000 രൂപയുടെ ഡബിൾ ഡ്രൈവർ സ്കീമിൽ അവിടുന്ന് വണ്ടി എടുക്കുന്നു ഫ്ലീറ്റിൽ നിന്ന്. അപ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ മച്ചാൻ പറഞ്ഞ പോലെ 1:30 തുടങ്ങിയിട്ട് 1:10 തുടങ്ങിയിട്ട് 7 മണിക്കൂർ 7 പോട്ടെ, ഒരു 10-12 മണിക്കൂർ ഓടിയെന്നായിരിക്കും. 12 മണിക്കൂർ 7 മണിക്കൂർ കൊണ്ട് 2000 ആണെങ്കിൽ 2000 ഹരിക്കണം 7, അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് 300 രൂപ, 285 രൂപ. 1 മണിക്കൂർ കൊണ്ട് 285 ഇൻറ്റു 12 മണിക്കൂർ. 12 മണിക്കൂർ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3420 രൂപ കിട്ടും കണക്കും പ്രകാരം, ഓടാൻ പറ്റുകയാണെങ്കിൽ. ബ്ലോക്കൊന്നുമില്ല അങ്ങനത്തെ. നിങ്ങൾ അത്യാവശ്യം എക്സ്പീരിയൻസ് ഒക്കെ ആയി കഴിയുമ്പോൾ 3420 രൂപ ഓടാൻ പറ്റും. അതിൽ നിന്ന് 3420 രൂപയ്ക്ക് ഓടണമെങ്കിൽ കുറഞ്ഞത് ഒരു 800 രൂപയ്ക്ക്, കുറഞ്ഞത് 800-900 രൂപയ്ക്ക് CNG അടിക്കണം. 900 രൂപയ്ക്ക് CNG അടിച്ചു. അപ്പോൾ 2520 ബാലൻസ് ഉണ്ട്. അതിൽ നിന്ന് വീണ്ടും ഒരു 300 രൂപ 350 രൂപ, മച്ചാൻ പറഞ്ഞ പോലെ 350 രൂപ മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2170 രൂപ നിങ്ങളുടെ കയ്യിലുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഫുഡ് കഴിക്കണ്ടേ?
ഇത് മാത്രമല്ല ചിലവ്, വണ്ടിക്ക് CNG അടിക്കുക, വണ്ടിയിലെ ട്രിപ്പ് എടുക്കൽ മാത്രമല്ലല്ലോ, നമ്മുടെ ജീവൻ നിലനിർത്തണ്ടേ. ഇപ്പൊ മിനിമം ഞാൻ പറയുന്നത് നല്ല രീതിയിൽ വയറ് കേടാവാതെ കഴിക്കുന്ന സ്കീമാണ് കേട്ടോ. ഈ കണ്ടതും കാടിയതും അല്ലെങ്കിൽ ബ്രെഡും പഴവും മീൻസ് ഓരോരുത്തരുടെ അവസ്ഥ കാരണം അങ്ങനെയും കഴിക്കുന്നവരുണ്ടാകാം. പക്ഷേ ഈ സ്ട്രീറ്റ് ഫുഡ് അല്ലെങ്കിൽ മറ്റേ വേസ്റ്റ് ഇതിൻ്റെ അടുത്തുള്ള തട്ടുകട അങ്ങനത്തെ സ്കീമുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ട് ബാംഗ്ലൂർ. അപ്പോൾ അവിടെ നിന്നൊക്കെ കഴിക്കുകയാണെങ്കിൽ ചീപ്പായിട്ട് കഴിക്കാം. പക്ഷെ ഞാൻ പറയണത് ഞാനൊരു മിനിമം ഒരു 100 രൂപയാണ് ഒരു നേരത്തേക്ക് കൂട്ടുന്നത്. അപ്പോൾ ഒരു ദിവസം 300 രൂപ. അപ്പം ഞാൻ പോയാലുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരു സാധാരണ ഒരു അത്യാവശ്യം ഭക്ഷണമൊക്കെ കഴിക്കുന്ന അല്ലെങ്കിൽ അത്യാവശ്യം ശരീരമൊക്കെ നോക്കുന്ന ഒരാൾ അവിടെ ഓടാൻ പോവുകയാണെങ്കിലത്തെ കാര്യമാണ് പറയുന്നത്. 300 രൂപ. ഓക്കെ, 1870 രൂപ. 1870 രൂപയായി നിങ്ങളുടെ ചിലവ് കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് എന്താ നിങ്ങൾക്ക് ഈ അല്ലറ ചില്ലറ എന്താ പറയുക റീചാർജ്, നിങ്ങളുടെ അത്യാവശ്യം ചിലവ്, റെൻറ്റ്, നിങ്ങൾക്ക് അവിടെ താമസിക്കാനുള്ളത് താമസം ഫ്രീ ആണെന്നാണ് മച്ചാൻ പറഞ്ഞത്. ഒന്നും താമസത്തിൻ്റെ കേസ് ഞാൻ ശ്രദ്ധിച്ചില്ല വീഡിയോയിൽ. താമസം ഫ്രീ ആണെങ്കിൽ ഓക്കെ, ഈ സ്കീമിൽ താമസം ഫ്രീ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം താമസത്തിന് നമ്മളൊരു 100 രൂപ കൂട്ടാം. അപ്പോൾ അതായത് മാസം 3000 എന്ന് പറയുമ്പോൾ 100 രൂപ വെച്ച് ഡെയിലി, ഏറ്റവും മിനിമം ആട്ടോ പറയുന്നത്. അപ്പോൾ 100 രൂപ കുറയ്ക്കുമ്പോൾ 1770 രൂപ, 1700 രൂപ പിടിക്കാം. 1700 രൂപ ഈ പറഞ്ഞ ചിലവുകളെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇങ്ങനെ ഈ 12 മണിക്കൂർ നിങ്ങളിങ്ങനെ ഓടുകയാണെങ്കിൽ, അവിടെ ബാംഗ്ലൂർ നിങ്ങൾ ഓടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസമെങ്കിലും ലീവ് എടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം നിങ്ങളെ കാല് അതുപോലെ പദം വന്നിട്ടുണ്ടാവും ക്ലച്ച് ചവിട്ടിയിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂരൊക്കെ ഓടണമെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് വണ്ടി, അതായത് AMT വണ്ടി ഉപയോഗിച്ചിട്ടാണ് അവിടെ ഓടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അവിടെ ആ വണ്ടി ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ. സ്വന്തം വണ്ടി AMT വണ്ടി ഉണ്ടെങ്കിലേ അവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഓടിച്ച് സ്ഥിരമായിട്ടൊരു ഏണിങ്സ് കണ്ടെത്താനായിട്ട് പറ്റുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം. 1770 രൂപ, 1770 രൂപ ലാസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മിനിമം കണക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ഇൻറ്റു 1700 ഇൻറ്റു ഒരു ആഴ്ചയിൽ 6 ദിവസം വെച്ച് കൂട്ടിയാൽ 4 26 ദിവസം നിങ്ങൾ വർക്ക് ചെയ്യുന്നു. 44,200 നിങ്ങൾക്ക് കയ്യിൽ വരും. ഇതുപോലെ 12 മണിക്കൂർ ഈ ട്രാഫിക്കിനകത്ത് കിടന്ന് ഓടി ഇത്രയും ടാർഗറ്റ് തികയ്ക്കുന്നവർക്ക് 44,000 രൂപ, 44,200 രൂപ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നിലവിൽ കൊച്ചിയിൽ ഓടുന്നവർക്ക് ഇപ്പോൾ വെറുതെ കിടന്ന് ഓടിയാൽ, ഇപ്പോൾ ചില മാസങ്ങൾ, അതായത് സ്കൂൾ അടയ്ക്കുന്ന മാസങ്ങൾ, ഓഫ് സീസണുകൾ, ഈ മാസങ്ങൾ ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊച്ചിയിൽ 2000 രൂപ എന്ന് പറഞ്ഞാൽ നോർമലി ഓടാന്ന് പറഞ്ഞാൽ വെറും മൊത്തത്തിൽ ടോട്ടലി 2000 രൂപ ഏൺ ചെയ്യാനായിട്ട് കൊച്ചിയിൽ വലിയ പ്രയാസമില്ല. രാവിലെ തൊട്ട് ഈ പറഞ്ഞ 12 മണിക്കൂർ കൊണ്ട് 2000 രൂപ തയ്ക്കാൻ ഒരു പ്രശ്നവുമില്ല. സീസൺ ടൈമിലാണ് കേട്ടോ. സീസൺ എന്ന് വെച്ചാൽ ഓഫ് സീസൺ അല്ലാത്ത സമയങ്ങളിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ 2000 രൂപയിൽ ഇവിടെ ഓടുമ്പോൾ, കൊച്ചിയിൽ ഓടുമ്പോൾ കുറഞ്ഞത് ഒരു 700 രൂപയെ ചിലവ് വരുന്നുള്ളൂ ഈ CNGക്ക്. കൊച്ചിയിൽ അത്രയും തിരക്കില്ല. കാരണം കൊച്ചിയിൽ ഇതുപോലെ ടയർ 1 സിറ്റി ഒന്നല്ലല്ലോ. മീൻസ് അത്രയും റിച്ച് അല്ലെങ്കിൽ അത്രയും കാക്കനാട് ഭാഗത്തൊക്കെയാണ് കുറച്ച് അതുപോലത്തെ സാലറി ഉള്ള ആൾക്കാരുള്ളൂ. അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം എടപ്പള്ളി, കാക്കനാട് ഭാഗത്താണ് ഈ പറഞ്ഞ പൈസ കൂടുതലുള്ള ആൾക്കാരുള്ളൂ. പനമ്പള്ളി, എടപ്പള്ളി, കാക്കനാട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. ബാക്കിയുള്ളതൊക്കെ ഒരു നോർമൽ, ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു എബോവ് ആവറേജ് ഇൻകം ഉള്ള ആളുകൾ മാത്രമാണ് ഉള്ളത്. അപ്പോൾ നിലവിലെ അവസ്ഥ, അപ്പോൾ 2000 രൂപയിൽ നിന്ന് മൈനസ് 700 കുറച്ച് 1300 രൂപ, 1300. മറ്റേതിന് 1700 രൂപ. 1700 1300 തമ്മിൽ എന്താ വ്യത്യാസം? 400 രൂപയുടെ ഡിഫറൻസ് ആണ്. ഈ 400 രൂപയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊച്ചിയിൽ ഓടുന്നവർ,
അല്ലെങ്കിൽ ഞാൻ പറയണ കൊച്ചിയിൽ സ്വന്തം വണ്ടി ഓടുന്നവരെ കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. കൊച്ചിയിൽ സ്വന്തമായിട്ട് ഒരു ചെറിയ വണ്ടി ഉണ്ട്, അത് വെച്ച് ഊബർ ഓടുന്നുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാതെ ഓടുന്നുണ്ട്. അല്ലെങ്കിൽ കൊച്ചിയിൽ അത്യാവശ്യം റെന്റിനായാലും ഇതുപോലെ ഡബിൾ ഡ്രൈവർ വെച്ചിട്ട് റെന്റിന് ഓടുന്നവരായാലും ഇങ്ങനെയുള്ളവർ പുറത്തേക്ക് പോണ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ബാംഗ്ലൂർക്ക് പോകേണ്ട കാര്യത്തിനെ പറ്റി ചിന്തിക്കണോ വേണ്ടതെന്നാണ് ഞാനീ പറയുന്നത്. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവി പൊല്യൂഷനാണ്. ബാംഗ്ലൂർ അത്യാവശ്യം നല്ല പൊല്യൂഷൻ ഉണ്ട്, വണ്ടികളുടേതായിട്ടും അല്ലാതെയും നല്ല പൊല്യൂഷൻ ഉണ്ട്. പിന്നെ ഫുള്ള് കോൺക്രീറ്റ് ബിൽഡിങ്ങുകളാണ്, പച്ചപ്പും ഹരിതാപിയൊന്നും ഇല്ല. അപ്പം അതിൻ്റെതായ ഭയങ്കരമായ ചൂട്. പിന്നെ വണ്ടിയിലകത്ത് AC യിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. പൊല്യൂഷൻ ഉണ്ട്, പൊല്യൂഷൻ്റെതായ ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്കുണ്ടാകാം. പിന്നെ നമ്മൾ ഇപ്പോൾ കൊച്ചിയുടെ അടുത്ത് വീടുള്ള ആളുകൾക്ക് വീട്ടിലേക്ക് പെട്ടെന്ന് വരാൻ പറ്റില്ല. കാരണം ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് എത്തണമെങ്കിൽ 6 മണിക്കൂർ വേണം. ഇപ്പോൾ ട്രെയിനായാലും കാറായാലും 6 മണിക്കൂർ കുറഞ്ഞത് വേണം ഇങ്ങോട്ട് എത്താനായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കുറേ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രമേ ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂർ പോകേണ്ട ആവശ്യമുള്ളൂ. കാരണം കൊച്ചിയിൽ 2000 രൂപ ഉണ്ടാക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. ഓഫ് സീസൺ അല്ലാത്ത സമയങ്ങളിൽ. ഓഫ് സീസണിൽ 2000 രൂപ എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ പറയുവാണെങ്കിൽ കൊച്ചിയിൽ നിലവിൽ ഓടുന്നവർ എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ, അതായത് എന്തെങ്കിലും ഒരു ഇലക്ട്രീഷ്യനോ പ്ലംബറോ അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഡിസൈനോ, അങ്ങനെ നമുക്ക് അധ്വാനമുള്ള എന്തെങ്കിലും ഒരു ജോലി എപ്പോഴും കയ്യിലുണ്ടാകണം. അപ്പോൾ ഈ ഊബറിൽ നമുക്ക് സീസൺ അല്ലാത്ത സമയങ്ങളിൽ നമുക്ക് നേരത്തെ കൂട്ടി അറിയാലോ. ഇപ്പോൾ സ്കൂൾ അടയ്ക്കുന്ന സമയത്ത് ഊബറിൽ ഓട്ടം ഉണ്ടാവില്ല, അല്ലെ? സ്കൂള് എക്സാം നടക്കുന്ന മാസം അല്ലെങ്കിൽ എക്സാമിൻ്റെ മാസം ഓട്ടം ഉണ്ടാവില്ല. അപ്പോൾ അതിന് മുൻപേ തന്നെ നമ്മൾ ഊബർ വണ്ടി ഒതുക്കി വീട്ടിലിട്ടിട്ട് വേറെ പരിപാടിക്ക് ഓൾറെഡി നേരത്തെ പറഞ്ഞ് സെറ്റ് ചെയ്ത് ജോലിക്ക് ഇറങ്ങാം. ആ മാസം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത മാസം ഏതൊക്കെ മാസങ്ങളിലാണ് ഓഫ് സീസൺ ഉള്ളത് അത് മുൻകൂട്ടി മനസ്സിലാക്കി ആ സമയത്ത് ജോലി അറേഞ്ച് ചെയ്ത് പണിക്ക് പോവുക. അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഈ ഒരു ഓഫ് സീസൺ ഉണ്ട്, കൊച്ചിയിൽ ഓഫ് സീസൺ, ചില സമയങ്ങളിൽ ഓഫ് സീസണാണ്, തീരെ ഓട്ടം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ചാടി ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ ഇവിടെയും ഇല്ല അവിടെ ഇല്ല ഉണ്ടാവും. കാരണം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളെ ലോക്കൽ ഏരിയയിലാണ്, അല്ലെങ്കിൽ നമ്മളുടെ നാട്ടിലാണ് നമ്മളെപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടത്. ഇവിടെ തീരെ നിവൃത്തിയില്ല, തീരെ ജീവിക്കാൻ പറ്റുന്നില്ല എങ്കിൽ മാത്രമേ നമ്മൾ നമ്മുടെ അടുത്ത സ്റ്റേറ്റിലേക്കോ അടുത്ത കൺട്രിയിലേക്കോ എന്ത് കാര്യത്തിനും പോകാൻ പാടുള്ളൂ. ഇപ്പം ഞാൻ പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്ന് കേട്ടോ. ഞാൻ പുറത്ത് പോയിട്ടുള്ള ആളാണ്, പുറത്ത് പോയി നാട്ടിലിപ്പോൾ സെറ്റിലായിട്ട് ചെയ്തിരിക്കുന്ന ആളാണ്. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. കുറച്ച് വൈകിപ്പോയി നമുക്ക് റിയലൈസേഷൻ വരാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്, നമ്മളെ നാട്ടിൽ സ്വന്തമായ ഒരു ബിസിനസ്, ഇപ്പോൾ അത്യാവശ്യം മുദ്രാ ലോണുകളും ബിസിനസ് ലോണുകളും പേഴ്സണൽ ലോണുകളും എല്ലാം കിട്ടും. അപ്പോൾ നല്ലൊരു വണ്ടി, ബഡ്ജറ്റ് വണ്ടി, അത്യാവശ്യം കംപ്ലൈൻറ്റുകളൊന്നും ഇല്ലാത്ത ഒരു വണ്ടി നോക്കിയെടുത്ത്, യൂസ്ഡ് ആണെങ്കിലും പുതിയതാണെങ്കിലും വണ്ടി നോക്കിയെടുത്ത് സ്വന്തമായി സ്വന്തം നാട്ടിൽ അല്ലെങ്കിൽ സ്വന്തം ഭാഷ സംസാരിക്കുന്ന നാട്ടിൽ ഏതെങ്കിലും ഒരു സിറ്റിയിൽ, കൊച്ചി, ട്രിവാൻഡ്രം, കാലിക്കറ്റ്, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സിറ്റിയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബിസിനസ് ഇപ്പോൾ നിലവിൽ കൊച്ചിയിലാണ്. ഇനിയിപ്പോൾ അത് ഷിഫ്റ്റായി ട്രിവാൻഡ്രത്തേക്ക് മാറും ഭാവിയിൽ എന്നൊക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതാണ് വേണ്ടത്. നമ്മൾ ഇവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യുക, ഇവിടെയുള്ള ഓപ്പർച്യൂണിറ്റീസിനെ ഉപയോഗിക്കുക, അങ്ങനെ മുൻപോട്ട് പോവുക. അതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ നമ്മുടെ ഡ്യൂക്കർ മച്ചാനായാലും ഏത് മച്ചാന്മാരായാലും അവർക്ക് റെഫറൽ ബോണസ് ഉണ്ട്. പുള്ളി അത് ഓപ്പണായിട്ട് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ കൂടുതൽ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിനെപ്പറ്റി പുള്ളി വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് പറയുന്നുണ്ട്, നിങ്ങളിത് കണ്ടുകൊണ്ട് ഒരിക്കലും ചാടി പുറപ്പെട്ട് ബാംഗ്ലൂർക്ക് വരരുത്. കാരണം ഇത് എളുപ്പമുള്ള പരിപാടിയല്ല. കാലിൻ്റെ പദം വരും, കാലിൻ്റെ പാദം ഉണ്ടല്ലോ, പാദത്തിൻ്റെ പദം വരും. കാരണം നമ്മളിവിടെ കാണുന്ന കളിയല്ല, കൊച്ചിയിലത്തെ കളിയല്ല അവിടെ പോയി കുറച്ചാൾ ഓടിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ അവിടെ പോകാനായിട്ട് പറ്റുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വേറെ പ്രാരാബ്ദങ്ങളൊന്നുമില്ല, ബാംഗ്ലൂർ പോകണം അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വിട്ട് നിൽക്കണം, നാട് എനിക്ക് പറ്റുന്നില്ല, പിന്നെ കുറച്ച് ചില്ല് ഔട്ട് ചെയ്യണം. മീൻസ് ബാംഗ്ലൂർ ഒരു ചില്ലിങ് സ്ഥലമാണല്ലോ. ഇപ്പോൾ മദ്യപിക്കാനായാലും ഇപ്പോൾ പണ്ട് തൊട്ടേ പതിറ്റാണ്ടുകൾ മുമ്പ് തന്നെ അവിടെ ബ്രൂവറികളൊക്കെ ഉണ്ട്. അതായത് ബിയർ, ഈ നമ്മുടെ കിങ് ഫിഷറൊക്കെ ഉണ്ടല്ലോ, കിങ് ഫിഷറൊക്കെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ബാംഗ്ലൂരാണ്. മനസ്സിലായോ? നമ്മൾ കേരളത്തിൽ കിങ് ഫിഷർ എന്ന് കേൾക്കുന്നതിന് മുമ്പ് തന്നെ ബ്രൂവറി സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ബാംഗ്ലൂരാണ്. അപ്പോൾ ചില്ലിങ് എന്നുള്ള രീതിയിൽ ബാംഗ്ലൂർ ഏറ്റവും ബെസ്റ്റാണ്. ചില്ലിങ് മൈൻഡ് സെറ്റ് ഉള്ളവർക്ക്
അതായത് കുറച്ച് പണിയെടുക്കുക, കുറച്ച് ചില്ല് ചെയ്യുക, വെള്ളമടിക്കുക, മരുന്നടിക്കുക, എന്തെന്ന് വെച്ചാൽ അടിക്കുക. അങ്ങനെയുള്ളവർക്ക് ഒരു ഒരു ഫസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ബാംഗ്ലൂർ. അപ്പം അങ്ങനെയുള്ളവർക്ക് പോവാം. രണ്ടാമത്തെ കേസ് ഈ പറഞ്ഞ പോലെ നാട്ടിൽ നിൽക്കാൻ പറ്റാത്തവർക്കും നാട്ടിൽ നിൽക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്കും ഒക്കെ പോവാം. അല്ലാതെ നമ്മളിപ്പോൾ ഒരു ലോങ് ടൈമിൽ നമുക്കൊരു സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് നിൽക്കണമെങ്കിൽ നമ്മളെപ്പോഴും നമ്മുടെ നാട്ടിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. നമ്മുടെ നാട്ടിലാണ് നമുക്ക് കോണ്ടാക്ട്സ് വേണ്ടതും പേഴ്സണൽ ട്രിപ്പുകൾ വേണ്ടതും ഊബറിൻ്റെ ട്രിപ്പുകൾ വേണ്ടതും എല്ലാം നമ്മുടെ നാട്ടിലാണ്. നമ്മുടെ അൾട്ടിമേറ്റ്ലി നമ്മളെ നാടാണ്, നമ്മുടെ ഭാഷ സംസാരിക്കുന്നത് നമ്മളെ നാടാണ് നമുക്ക് പ്രയോറിറ്റി വേണ്ടത്. ഞാൻ മറ്റേ നാഷണലിസ്റ്റായിട്ട് സംസാരിക്കൊന്നുമല്ല, ഞാൻ അതിൻ്റെ ലോജിക്ക് വെച്ച് സംസാരിച്ചാണ്. അപ്പോൾ അതാണ് കാര്യം. അപ്പം നിങ്ങൾ ആലോചിക്കുക, ഈ ഡെയിലി 300-350 രൂപ ഡിഫറൻസിന് വേണ്ടി ഇവിടുന്ന് കൊച്ചിയിൽ ഓടുന്നവർ അവിടെ പോയി റെൻറ്റിനെടുത്ത് ഓടണോ അല്ലെങ്കിൽ ഇവിടെ നമ്മൾ കുറച്ചും കൂടി പ്ലാൻ ചെയ്ത് ഇവിടെ തന്നെ ജീവിക്കണോ എന്നുള്ളത് നിങ്ങളെ തീരുമാനം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്, ഈ നമ്മുടെ കൊച്ചിയിൽ വലിയ ഫ്ലീറ്റ് കമ്പനികളൊന്നുമില്ല. അതായത് ഒരു വലിയ കമ്പനികൾ 100 കണക്കിന് വണ്ടികളുള്ള ഫ്ലീറ്റ് കമ്പനികളില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫ്ലീറ്റ് കമ്പനിയുടെ ആവശ്യമില്ല ഊബറിന്. കാരണം എന്താ, ഇവിടെ അല്ലാതെ തന്നെ ഓണേഴ്സ്, അതായത് സ്വന്തമായി വണ്ടി എടുത്ത് ഓടുന്നവർ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി ഓടിക്കുന്നുമുണ്ട്. പിന്നെ ട്രിപ്പുകളെല്ലാം പരമാവധി ക്യാൻസലേഷൻ കുറവുള്ള ഒരു സിറ്റിയാണ് നമ്മുടെ കൊച്ചി. കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് റൈഡർ റേറ്റിംഗ് ഉള്ള, ഏറ്റവും കുറവ് ക്യാൻസലേഷനുള്ള സ്ഥലം കൊച്ചിയാണ് ഊബറിന് ഡാറ്റ വെച്ചിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റിയിൽ ഫ്ലീറ്റിൻ്റെ ആവശ്യമില്ല. ഈ ഫ്ലീറ്റ് കൊണ്ടുവരുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ചെന്നൈയിലൊക്കെ ഈ എവറസ്റ്റ് ഫ്ലീറ്റ് അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും ഉണ്ട് ഈ എവറസ്റ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡ്. അപ്പോൾ ഈ എവറസ്റ്റ് ഫ്ലീറ്റ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് എവറസ്റ്റ് ഫ്ലീറ്റ് ഊബറിൻ്റെ ഓൺ ഫ്ലീറ്റാണ്. അവർ വാങ്ങി ഫ്ലീറ്റിനെ, ഒരു ഫ്ലീറ്റ് ഓൾറെഡി നേരത്തെ തുടങ്ങി, ആ ഫ്ലീറ്റിനെ ഇവർ പൈസ കൊടുത്ത് അവർ ആ ഫ്ലീറ്റിനെ വാങ്ങി. അപ്പോൾ എന്ത് സംഭവിക്കും, ഇവരുടെ ട്രിപ്പുകൾ എടുക്കാൻ, അതായത് സിറ്റിക്കകത്ത് ഈ ട്രാഫിക്കിനകത്ത് ട്രിപ്പ് എടുക്കാനായിട്ട് ഡ്രൈവേഴ്സ് വേണം. ഇത് ഓണേഴ്സ് ഒരിക്കലും, ഇപ്പം ലോക്കലായിട്ട് സ്വന്തം വണ്ടി എടുത്ത് ഓടിക്കുന്ന ആളുകൾ ഒരിക്കലും ഈ സിറ്റിക്കകത്ത് കിടന്ന് ഇങ്ങനെ ബ്ലോക്കിൻ്റെ അകത്ത് കിടന്ന് കളിക്കുന്ന ട്രിപ്പുകൾ അവർ ഒരിക്കലും എടുക്കില്ല. അവർ പ്ലാൻ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് ഡെസ്റ്റിനേഷനൊക്കെ ഇട്ട് ലോങ് പോയി, അതായത് ലോങ് ഔട്ടറിലേക്ക് ട്രിപ്പ് കിട്ടിയിട്ട് അവിടെ നിന്ന് തിരിച്ച് കിട്ടുന്ന ഉറപ്പുള്ള സ്ഥലങ്ങളിലേക്ക് മാത്രമൊക്കെ ട്രിപ്പ് എടുക്കുന്ന, പ്ലാൻ ചെയ്ത് കളിക്കുന്ന ആളുകളായിരിക്കും കൂടുതൽ ലോക്കൽസ്. കാരണം ലോക്കൽസിന് അവിടുത്തെ ഏരിയകൾ അറിയാം, എവിടെ പോയാൽ ട്രിപ്പ് കിട്ടുന്നറിയാം. അവർ ഒരുപാട് വർഷമായിട്ട് അവിടെ ഉള്ളവരാണ്, വണ്ടി ഓടിക്കുന്നവരാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അവർക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടാവും ഇതിൽ. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ പറഞ്ഞ ഊബറിന് ആവശ്യമില്ല. അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ മാത്രം ഉണ്ടായാൽ ഊബറിന് നിലനിന്ന് പോകാൻ പറ്റില്ല. കാരണം സിറ്റിയിലാണ് ചെറിയ ട്രിപ്പുകൾ വരിക, അതിലാണ് കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്യുക. പക്ഷെ അത് ബുദ്ധിമുട്ടാണ്, അത് കംപ്ലീറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പൈസയും സമയവും ആരോഗ്യവും കൂടുതൽ വേണം. കാരണം മാനുവൽ വണ്ടികളാണ്, എല്ലാ വണ്ടികളും മാനുവലാണ്. AMT വണ്ടികളാണെങ്കിൽ ബെസ്റ്റാണ്, ബാംഗ്ലൂർ ബെസ്റ്റാണ്. AMT അല്ലെങ്കിൽ ഇലക്ട്രിക് വണ്ടികളാണെങ്കിൽ ബെസ്റ്റാണ് ഊബർ ബാംഗ്ലൂർ. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ബ്ലൂ സ്മാർട്ട് ഒഴികെ ബാക്കിയുള്ള ഒന്നിലും ഊബറിൻ്റെ ഫ്ലീറ്റിൽ EV ഇല്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. പിന്നെ ഓട്ടോമാറ്റിക് വണ്ടികളും ഇല്ല എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ അതില്ലാത്തടത്തോളം കാലം കഷ്ടപ്പാടാണ്. കഷ്ടപ്പെടാൻ തയ്യാറുള്ളവർക്ക് എന്തായാലും പോവാം, അത് എവിടെ പോയാലും രക്ഷപ്പെടും. പണിയെടുക്കാൻ തയ്യാറുള്ളവർ ഏത് നാട്ടിൽ പോയാലും, ഇപ്പം നമ്മുടെ നാടായാലും ബാംഗ്ലൂരായാലും ഡൽഹി, ബോംബെ, എവിടെ പോയാലും രക്ഷപ്പെടും. അവർക്ക് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, പൈസ ഉണ്ടാക്കുക. അല്ലാതെ അവരെ വേറെ ആരോഗ്യം നോക്കലോ വേറെ ഫ്യൂച്ചറിനെ പറ്റി ചിന്തയൊന്നുമില്ല. അവർക്ക് ആകെ ഒരു ലക്ഷ്യം പൈസ മാത്രം, വേറെ ഒന്നും അവരുടെ മുന്നിലില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് എവിടെ പോയാലും പ്രശ്നമില്ല. അവരെ കാര്യം നമുക്ക് പറയേണ്ട ആവശ്യമില്ല. കാരണം അവരെ എന്ത് ചെയ്താലും രക്ഷപ്പെടും. കാരണം പണിയെടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ നിലവിൽ കൊച്ചിയിൽ സമാധാനപരമായി ഓടുന്നവർ ബാംഗ്ലൂർ അല്ലെങ്കിൽ മുംബൈ, ഡൽഹി എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കാതെ നാട്ടിൽ തന്നെയുള്ള ട്രിപ്പുകൾ കംപ്ലീറ്റ് ചെയ്യുക, നാട്ടിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പം നമ്മളെ നാടും ഇനിയിപ്പോൾ ഇപ്പോൾ 6 ലൈൻ കോറിഡോർ, മൈസൂർ മുതൽ ട്രിവാൻഡ്രം വരെയുള്ള കോറിഡോർ വന്നു, അദാനി പോർട്ട് ട്രിവാൻഡ്രത്ത് വന്നു. ഇതെല്ലാം വന്നതിന് ശേഷം നമ്മുടെ നാട് ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭാവിയിൽ തന്നെ നമ്മുടെ കൊച്ചി ഒരു വലിയൊരു മെട്രോ സിറ്റിയായി മാറും.
അല്ലെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്സ് കൊച്ചിയും കേരളം മൊത്തത്തിൽ ഇപ്പോൾ പാലക്കാടായാലും ശരി കൊല്ലത്തായാലും ശരി കുറേ IT പാർക്കുകളൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ അറിയാം. അപ്പോൾ നമ്മളെ നാട് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കണം. അതിനിടയിൽ നമ്മൾ ഇവിടുന്ന് സ്കിപ്പായാൽ പണി പാളും. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക, ഇവിടുത്തെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക, ഇവിടുന്ന് ഏൺ ചെയ്യാൻ ശ്രമിക്കുക പരമാവധി. തീരെ പറ്റുന്നില്ല അല്ലാത്ത വിഭാഗം ആളുകളാണെങ്കിൽ നിങ്ങൾ പുറത്തൊക്കെ പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ബാംഗ്ലൂരൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യുക, വണ്ടി ഓടിച്ചു നോക്കുക, എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ നിങ്ങൾ അവിടെ കണ്ടിന്യൂ ചെയ്യാം. ഇതിന് വേണ്ടിയാണ് ഇപ്പം ഇത്രയും പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ എടുത്തത്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണാം.